ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അംറാസ് വേൾഡ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളൊരു വെറൈറ്റി സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഇത് കണ്ടിക്കണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കത് കിട്ടിയപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യണമെന്ന് തോന്നി. നിങ്ങളിത് കണ്ടപ്പോൾ കരുതിയിട്ടുണ്ടാവും ഇതെന്താ കപ്പയല്ലേ, ഇതെന്താ ഇപ്പം ഇത്ര വലിയ സംഭവം എന്ന്. പക്ഷേ ഇത് വേവിച്ച് വരുമ്പോൾ നമുക്ക് യെല്ലോ കളറായിട്ടാണ്, അത് മഞ്ഞ കളറായിട്ടാണ് ഇത് കിട്ടുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്ത ചേഞ്ചിങ്. അപ്പം സാധാരണ നമ്മുടെ കപ്പയെ പോലെ തന്നെയാണ് ഇത്, പ്രത്യേകിച്ചൊരു രൂപമാറ്റങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം വൈറ്റ് കളർ തന്നെയാണ്. പക്ഷെ വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം കാണുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് കാണുന്നുള്ളൂ, പക്ഷെ അത് വേവിച്ച് വരുമ്പോഴാണ് അതിൻ്റെ റിയൽ കളർ കാണുന്നത്. അപ്പോൾ ഏതായാലും കപ്പപ്പുട്ടാണ് ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഏതായാലും ഗ്രേറ്റ് ചെയ്തെടുക്കുക അതൊക്കെ കേട്ടോ ഒന്ന്. അപ്പോൾ ഇതിങ്ങനെ ചുരണ്ടി എടുത്തപ്പോൾ തന്നെ ലൈറ്റ് യെല്ലോ കളർ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യണില്ലേ. ഇനി ഗ്രേറ്റ് ചെയ്ത കപ്പയൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, അത് കളയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ കപ്പക്ക് കട്ടുണ്ട് എന്നൊക്കെ പറയും. അതായത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിക്കാണ്ടാണല്ലോ നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലോണം ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കപ്പയും പിഴിഞ്ഞിട്ട് കൈകൊണ്ടൊന്നും ഇങ്ങനെ മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട്. അത് വേറെടുത്ത് വെച്ചിട്ട് വെക്കുന്നുണ്ട്. ഇതാണ് വെള്ളം കിട്ടിയത്. ആ വെള്ളത്തിന് തന്നെ ഒരു യെല്ലോ കളർ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കതിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്പിടുമ്പോൾ നമ്മൾ പൊടി ഇടുന്നതിന് മുന്നേ ഒന്ന് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് അരിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. നമ്മളിതിലായി കപ്പയുടെ ഈ ചെറിയ ചെറിയ പീസിൽ നമ്മുടെ അരിപ്പൊടി കവർ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇപ്പോൾ കണ്ടില്ലേ, ഓരോ കപ്പയുടെ പീസിലും അരിപ്പൊടി ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി കൂടാനും പാടില്ല. അരിപ്പൊടി കൂടിയ കപ്പപ്പൊടിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങയൊക്കെ നല്ലോണം ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പുട്ടുകുറ്റിയിൽ ഇങ്ങനെ തേങ്ങ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ തേങ്ങ അതേപോലെ ഈ കപ്പപ്പുട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങക്ക് പകരം ബീഫ് വരട്ടിയതോ ചെമ്മീൻ വരട്ടോ ഒക്കെ ചേർത്തിട്ടും അങ്ങനെ ഫില്ല് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ഒക്കെ ചേർത്താൽ നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ ടേസ്റ്റ് ഇല്ലാതാവും. അതിൻ്റെ തനതായ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൻ്റെ ഓളിലിട്ട് വെക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നുണ്ട് ക്ലിക്ക് ചെയ്തേക്ക്. പുട്ട് വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ പുട്ടുകുറ്റിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. കപ്പപ്പുട്ട് എല്ലാവർക്കും അറിയാം, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചായയും ഈ കപ്പപ്പുട്ടും മാത്രം മതി, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ തേങ്ങയും കൂട്ടി തേങ്ങ കുറച്ച് കൂടുതലിട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കപ്പ ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല യെല്ലോ കളർ ആയില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഈ കപ്പയുടെ പ്രത്യേകത, നല്ല യെല്ലോ കളർ ആയിരിക്കും. കഴിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാ കപ്പയിലയുടെ ഒരു ചെറിയ വ്യത്യസ്ത ഫ്ലേവർ, നല്ല ഫ്ലേവറും കൂടി ഉണ്ട്. അതേപോലെ നല്ല പൊടിയുള്ളൊരു കപ്പയും കൂടിയാണിത്. അപ്പോൾ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.